ശ്രീ അരുൺകുമാർ, വളരെ കൃത്യമായ നിലപാടുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നു. സർക്കാർ 50 സെന്റ് പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനോടുള്ള മാത്യു കുഴൽനാടൻ്റെ പ്രതികരണമാണ് ആദ്യം കേൾക്കേണ്ടത്. 1 ഇഞ്ച് ഭൂമി പോലും തൻ്റെ അറിവോടെ കയ്യേറിയിട്ടില്ല. താൻ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. ഇലക്ഷന് തൊട്ടു മുമ്പായതിനാൽ തിരക്ക് പിടിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തിയത്. ഭൂമി അളക്കേണ്ടത് അനിവാര്യതയായി തോന്നിയില്ല എന്നാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പ്രധാനമായും ഈ വാർത്തയോടുള്ള പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മാത്യു കുഴൽനാടൻ അറിയപ്പെടുന്ന ഒരു നിയമജ്ഞനായാണ് അറിയപ്പെടുന്നത്. അങ്ങനെയിരിക്കുന്ന ഒരാൾ ഈ പറയുന്ന വാദഗതികൾ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ്? ഇവിടെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വലിയ പ്രതീകമായിട്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തെക്കുറിച്ച് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ചിന്നക്കനാലിലെ ഭൂമിയുടെ വിവാദവും മൂവാറ്റുപുഴയിലെ ഭൂമി കയ്യേറ്റവും എല്ലാം പുറത്തു വന്നപ്പോൾ വലിയ ഡിഫൻസ് ഇട്ടുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോഴെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചില മാധ്യമങ്ങളടക്കം വലിയ പ്രചരണമാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം 1.92 കോടി രൂപയ്ക്ക് ഒരു ഭൂമി 50% തൻ്റെ ഷെയറായി രജിസ്റ്റർ ചെയ്തു. 50% തൻ്റെ ഷെയറായി രജിസ്റ്റർ ചെയ്യുമ്പോഴും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇത്രയും തുക അങ്ങ് പോയത്. ശരിക്കും പിറ്റേ ദിവസം കൊടുത്ത തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അദ്ദേഹം അത് 3.5 കോടിയായി കാണിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ വില ഏകദേശം ഇരട്ടിയായത് നമ്മൾ കാണുകയാണ്. എന്നാൽ പൊതുമാർക്കറ്റിൽ വില കൂട്ടി നോക്കിയാൽ 7 കോടിയിലധികം വരുന്ന തുകയാണെന്നും അതിന്റെ ശതമാനം 50% ഷെയറാണ് 3.5 കോടിയായിട്ട് അദ്ദേഹം കാണിച്ചതെന്നും ഈ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ ശരിക്കും രജിസ്ട്രേഷൻ തുക കുറച്ച് കാണിക്കാനും നികുതി വെട്ടിപ്പ് നടത്താനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് തന്നെ ആ ഘട്ടം മുതൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ദുരൂഹതകളും നിലനിൽക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞ ഗസ്റ്റ് ഹൗസ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അപേക്ഷ കൊടുത്തത്, വാങ്ങിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ശരിക്കും റിസോർട്ട് എന്ന രൂപത്തിൽ ലൈസൻസ് കൊടുക്കാൻ പാടില്ലാത്ത നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ റിസോർട്ട് ലൈസൻസ് കിട്ടുന്നു. അവിടുത്തെ പഞ്ചായത്തിനെ അദ്ദേഹം ശരിക്കും സ്വാധീനിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നും റിസോർട്ട് ലൈസൻസ് വാങ്ങിച്ചതുമെല്ലാം ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി വിജിലൻസ്, ഇടുക്കി ജില്ലാ വിജിലൻസ് അന്വേഷണം നടത്തി. ശ്രീ മാത്യു കുഴൽനാടനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷം താലൂക്ക് സർവേറെ കൊണ്ട് ഈ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ ആധാരത്തിലുള്ള ഭൂമിയുടെ 1/3 അധികമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗവൺമെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ ഭൂമിയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ശരിക്കും ആധാരത്തിലുള്ള ഭൂമിയേക്കാൾ കൂടുതൽ 50 സെന്റ് കൂടി വന്നിരിക്കുന്നു. അത് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ലാൻഡ് റവന്യൂ തഹസിൽദാർ വിശദമായിട്ടുള്ള പരിശോധന നടത്തി റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് കളക്ടർക്ക് റിപ്പോർട്ടായി കൊടുത്ത് ആ 50 സെന്റ് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭൂപതിവ് പട്ടയത്തിന്റെ ഭാഗമായി കൃഷിക്കും അതുപോലെ വീട്ടാവശ്യത്തിനും മാത്രമായി ഉപയോഗിക്കാവുന്നതും കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടി 50 സെന്റ് അദ്ദേഹത്തിന്റെ ഭൂമിയായി വളച്ചു ചട്ടി എടുത്തിരിക്കുകയാണ്. ഏറ്റവും ഗൗരവമായിട്ടുള്ള കുറ്റമാണ് ശ്രീ മാത്യു കുഴൽനാടന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഘട്ടത്തിലെല്ലാം നുണ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡിഫൻസ് ഈ ഭൂമി കച്ചവടം നടന്നത് ശരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അതുകൊണ്ട് അദ്ദേഹം MLA ആയിട്ടില്ല, അതുകൊണ്ട് ശരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അതിൽ നിൽക്കില്ല എന്ന രൂപത്തിലാണ്. എന്നാൽ ഇതിൽ പോക്കുവരവ് നടത്തിയതും അതിൽ പല ആപ്ലിക്കേഷൻ കൊടുത്ത സർക്കാർ ഓഫീസിനെ അപ്രോച്ച് ചെയ്തതും ഭൂമി സ്വന്തം പേരിലേക്ക് പോക്കുവരവ് നടത്തിയതുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് ഭൂമി സ്വന്തം ഭൂമിയോട് കൂട്ടിച്ചേർത്തതിന് ശേഷം അതിൽ മതിൽ കെട്ടി വലിയ തിരിവ് വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ലൈവ് കൊടുത്തിട്ട് പറയുന്നത് ഭൂമി ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയിൽ അത്തരത്തിൽ ചെയ്യാം. ഗവൺമെന്റ് ഭൂമിയിൽ കയറി അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ കോൺക്രീറ്റ് മതിൽ കെട്ടി സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന രൂപത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ഡിഫൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 17 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് കൃത്യമായി കെട്ടിടം അതിൽ നിലനിൽക്കുമ്പോൾ അത് ആധാരത്തിൽ സൂചിപ്പിച്ചിട്ടേ ഇല്ല. അതിന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് പഴയ കെട്ടിടമാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു കെട്ടിടമുണ്ട് എന്ന പ്രാധാന്യം കൊടുത്തില്ല എന്നതാണ്. എന്നാൽ അതൊരു പുതിയ കെട്ടിടമായിരുന്നു എന്നും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വരികയാണ്. ഇപ്പോൾ അവസാനം അദ്ദേഹം പറയുന്നത് ഭൂമി അളന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആധാരം ധൃതി പിടിച്ച് ചെയ്തതാണ് എന്നെല്ലാം അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ദുർബലമായിട്ടുള്ള ഡിഫൻസ് ആണ് എടുത്തിരിക്കുന്നത്. ശരിക്കും വലിയ തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കൃഷിക്കും അതുപോലെ താമസിക്കാനും
സർക്കാരിനും മാത്രം അവകാശമുള്ള ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഭൂമി 50 സെന്റ് തന്റെ സ്വന്തം ഭൂമിയോട് കൂട്ടിച്ചേർത്ത് ഒരു MLA അതുപോലെ തന്നെ നീതിന്യായ പ്രക്രിയയിലടക്കം ഏറ്റവും കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു അഭിഭാഷകൻ ഭൂമി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അത് കൃത്യമായി തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാൻഡ് റവന്യൂ തഹസിൽദാറും അതോടൊപ്പം തന്നെ ഇപ്പോൾ കളക്ടറും കൃത്യമായിട്ട് അതിൽ ഇടപെട്ട് ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന മാധ്യമങ്ങളും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത മാധ്യമങ്ങളും അദ്ദേഹം തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ നിരത്തിയ ഡിഫൻസും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നീലിമ, ഏറ്റവും ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്നലെയും ഇന്നുമായി നടത്തിയ പ്രസ്താവനകളെല്ലാം ഈ രാജ്യത്തിന്റെ നിയമപ്രക്രിയയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. ഇന്ന് കർഷകനാണ് എന്ന രൂപത്തിൽ എല്ലാ ഡിഫൻസും പൊളിഞ്ഞു പാളീസായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ അടവും അദ്ദേഹം പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഏറ്റവും വലിയ ഭൂ തട്ടിപ്പ് അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിരത്തിയ വാദങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.